എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തുണ്ടാക്കുന്ന പഴംപൊരിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കരുത്. ലൂസ് ബാറ്ററാണെങ്കിൽ തിന്നായിട്ടുള്ള കോട്ടിങ്ങേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പഴംപൊരിയിലേക്ക് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകും. പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ഏത്തപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഒരുപാട് പഴുത്തു പോയ ഏത്തപ്പഴം പഴംപൊരിക്ക് വേണ്ടിയിട്ട് എടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴംപൊരിയിലേക്ക് എണ്ണ കുടിക്കും. പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. നല്ല നീളമുള്ള പഴമാണെങ്കിൽ നടുവേ ഒന്ന് മുറിച്ചു കൊടുക്കാം. പഴത്തിൻ്റെ വണ്ണം അനുസരിച്ച് 3-4 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ നീളം കുറഞ്ഞ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നടുവേ മുറിച്ചു കൊടുക്കുന്നില്ല. ഒരു 3 കനം കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. പഴമെല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാൻ. എണ്ണ ചൂടായോന്നറിയാൻ എണ്ണയിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. മാവ് ഇതുപോലെ പൊങ്ങി വരുമ്പോൾ എണ്ണ ചൂടായെന്ന് മനസ്സിലാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇതുപോലെ പഴം മുക്കിയെടുക്കാം. പഴം ബാറ്ററിലേക്ക് മുക്കുമ്പോൾ ബാറ്റർ ഇതുപോലെ പഴത്തിൽ കോട്ട് ചെയ്ത് വരണം. പഴം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ പഴംപൊരി ഉണ്ടാക്കിയെടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പഴം വേകാതെ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പഴംപൊരിയിലേക്ക് എണ്ണ കുടിക്കും. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ പഴം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.